പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. ഡോക്ടർ ഒരു ആശ്വാസം തന്നു. പക്ഷേ ആ കുഞ്ഞ് ജനിക്കുമ്പോ നമ്മുടെ കുഞ്ഞല്ല, അവളുടെ കുഞ്ഞ, ലക്ഷ്മിയുടെ കുഞ്ഞ രാജകീയമായിട്ട് ജീവിക്കാൻ പോകുന്നത്. അതൊക്കെ ഓർക്കുമ്പോ ഒരു കുഞ്ഞ് ഉടനെ വേണമെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഉണ്ണിയേട്ടാ. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടില്ലല്ലോ. അല്ലെങ്കിലും എനിക്കറിയാം, കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെലവ് കൂടും ഉണ്ണിയേട്ടാ. കാലണ ചെലവാക്കാത്തവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഒരു ബാധ്യതയാ. നിന്റെ സംസാരത്തിനെ ഞാൻ മറുപടിയൊന്നും പറയുന്നില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി തിരഞ്ഞെടുക്കാം. നമ്മളൊക്കെ ചിന്തിച്ചതിനേക്കാളും തലച്ചോറുള്ളവളാണ് നിന്റെ ചേച്ചി. പിന്നെ എൻ്റെ ഏട്ടനെന്ന് പറയുന്ന ആൾക്ക് ബുദ്ധി കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അയാൾ കണക്കിനൊക്കെ 100-ൽ 100 വാങ്ങിച്ചിട്ടാ ജയിച്ച് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് അയാളുടെ കണക്ക് കൂട്ടലുകൾ പഴച്ചിട്ടില്ല. ജീവിതത്തിലും പഠിത്തത്തിലും എല്ലാം പിഴച്ചു പോയത് എനിക്കും എൻ്റെ അമ്മയ്ക്കോ. വീൽ ചെയറിൽ തള്ളി നടത്തിയ അയാളെ ഒന്നും അല്ലാതാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ ചെയ്തില്ല. ഇനി അതുപോലെ വിഡ്ഢിയായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നാ ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ നീ ശ്രമിച്ചാ അത് പഴയതുപോലെ ഞാൻ കേട്ടൊന്നും വരില്ല. തൽക്കാലം ഉണ്ണിയേട്ടൻ എന്നെ എന്റെ വീട്ടിലേക്ക് വിട്ടേക്കെ. എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ട് എനിക്ക്. ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് നേടിത്തരുന്ന ഒരാള്. ആ അച്ഛനെ കൊണ്ട് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തില് ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. അയാളൊരു മണ്ടനാ. അതുകൊണ്ടാ നിനക്ക് പിന്നാലെ നിന്നെ നോക്കാനെന്ന് പറഞ്ഞ് ഒരുത്തി എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്, എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട്. അങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അയാളുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരില്ലായിരുന്നു. അയാൾക്ക് ഭാര്യയും കുഞ്ഞും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കരണേ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വാ. എവിടെടാ കരുണമോള്? അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. പിണങ്ങിപ്പോയതാണോ? അവൾ എന്നോട് ചോദിച്ചു ഇനി എന്തിനാ എനിക്കൊപ്പം ജീവിക്കണമെന്ന്. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ കരുതി. ഇനി എന്തിനാ അവളിവിടെ കടിച്ചു തൂങ്ങുന്നത്? ഓ, നിനക്ക് അത്രയും ചെലവ് കുറഞ്ഞല്ലോ. അവൾ ഇനി ആവശ്യങ്ങളൊന്നും പറയില്ലല്ലോ. എടാ, എന്നേക്കുമായിട്ട് അവള് പിരിഞ്ഞു പോയതാണോ? അങ്ങനെ പിരിഞ്ഞു പോയാലും ഞാൻ ഇനി തിരിച്ചു വിളിക്കാനൊന്നും പോകുന്നില്ല. എന്താണെന്നറിയില്ല, അവളിപ്പോ എന്നെ പഴയതുപോലെ കടിച്ചു കയറാനൊന്നും വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാ അവളുടെ കരണത്ത് പാട് വീഴും. ദേ, അവളെ തല്ലിക്കഴിഞ്ഞാലേ അവളുടെ അച്ഛനും മുത്തശ്ശിയും പിന്നെ നിനക്കൊപ്പം അവളെ പറഞ്ഞു വിടത്തില്ല. വീട്ടിലേക്ക് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവളുടെ അച്ഛന്റെ മുത്തശ്ശിയുടെ ചില നേരത്തെ സംസാരം കേട്ടാ വയസ്സിൽ മൂത്തവരാണെന്നും പ്രായം ചെന്നവരാണെന്നും നോക്കാതെ എന്തെങ്കിലും ചെയ്യാനാ തോന്നുന്നത്. എടാ, എന്നാലും നമ്മളെ എല്ലാ അർത്ഥത്തിലും ആ കണ്ണനും ലക്ഷ്മിയും കൂടെ തകർത്ത് കളഞ്ഞല്ലോടാ മോനെ. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എന്റെ ദേഷ്യം അത്രയും ഈ വീട്ടിലെ മൂത്ത സന്തതിയോടാ. ആഗ്രഹങ്ങൾ കുന്നോളം തന്നിട്ട് അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അയാൾ തട്ടിത്തെറിപ്പിച്ചത്.